റിസോർട്ട് വിവാദത്തിൽ ഇ.പി. ജയരാജനെ വിടാതെ പി. ജയരാജൻ. പരാതിയിൽ എന്ത് നടപടിയെടുത്തെന്ന് CPM സംസ്ഥാന സമിതി യോഗത്തിൽ പി. ജയരാജന്റെ ചോദ്യം. നടപടി ആവശ്യം ആവർത്തിച്ചത് കഴിഞ്ഞ സംസ്ഥാന സമിതിയിൽ. പാർട്ടി പരിശോധിച്ചു വരികയാണെന്ന് MV ഗോവിന്ദന്റെ മറുപടി. ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കെതിരായ MV ഗോവിന്ദന്റെ വിമർശനത്തോടെ CPM-ഉം തലശ്ശേരി അതിരൂപതയും നേർക്കുനേർ. MV ഗോവിന്ദന്റെ പരാമർശം ഫാസിസ്റ്റ് ശക്തികൾക്ക് സമാനമെന്ന് തലശ്ശേരി അതിരൂപത. കോടിയേരിയെ പോലെയുള്ളവർ ഇരുന്ന കസേരയാണെന്ന് ഓർക്കണമെന്നും ഗോവിന്ദൻ മാഷ് ഗോവിന്ദച്ചാമിയെ പോലെ സംസാരിക്കരുതെന്നും കത്തോലിക്ക കോൺഗ്രസ്. കോഴിക്കോട് തഴമ്പാട്ട് താഴത്തെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ പ്രതിയായ സഹോദരൻ മരിച്ച നിലയിൽ. പ്രമോദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലശ്ശേരി കുയ്യാലിപ്പുഴയുടെ തീരത്ത്. സഹോദരിമാരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഒളിവിലായിരുന്നു പ്രമോദ്. സർക്കാർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തിനെതിരെ BJP. അയ്യപ്പ സംഗമം നടത്താൻ സർക്കാരിന് എന്തവകാശമെന്ന് കുമ്മനം രാജശേഖരൻ. ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകളെ സംഗമത്തിനെത്തിക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്ന ആരോപണം. സംഗമത്തിന്റെ മുന്നൊരുക്കം വിലയിരുത്താൻ ദേവസ്വം ബോർഡ് യോഗം. കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ റമീസിന്റെ മാതാപിതാക്കളെയും പ്രതി ചേർക്കും. ഇരുവരെയും ഇന്ന് ചോദ്യം ചെയ്യും. സോനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് കിട്ടും. റിമാൻഡിലുള്ള റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങും. സംവരണത്തിനായി ജാതിമാറ്റം നടക്കുന്നില്ലെന്ന ലത്തീൻ സഭയുടെ വാദം പൊളിയുന്നു. സമീപ കാലയളവിലും വ്യാപക തട്ടിപ്പ് നടക്കുന്നതിന്റെ തെളിവുകൾ പുറത്തുവന്നു. സഭയ്ക്കെതിരെ പരാതിയുമായി നാടാർ സംഘടനകൾ. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയത് സ്ഥിരീകരിച്ച് തലാൽ ആക്ഷൻ കൗൺസിലും. യമനിൽ ചർച്ച നടക്കുന്നില്ലെന്ന് തലാലിന്റെ സഹോദരൻ പറയുന്നത് കള്ളമെന്ന് ആക്ഷൻ കൗൺസിൽ പ്രതിനിധി സർഹാൻ ഷംസാൻ അൽ ബിസ്വാബി. വധശിക്ഷ വേണമെന്നാണ് ആഗ്രഹമെങ്കിലും ചർച്ചയിൽ ധാരണയായി കഴിഞ്ഞെന്നും ഫേസ്ബുക്ക് വീഡിയോ. സിനിമാ സംഘടനകളിൽ പോരുമുറുകുന്നു. ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് പിന്നാലെ തുറന്നടിച്ച് സജി നന്ദ്യാട്ട്. ചേംബർ പ്രസിഡന്റ് ആകാതിരിക്കാൻ ഗൂഢാലോചന നടന്നുവെന്നും പിന്നിൽ നിർമ്മാതാവ് അനിൽ തോമസ് ആണെന്നും നന്ദ്യാട്ട്. സാന്ദ്ര പറഞ്ഞ നിലപാടുകളെ പിന്തുണയ്ക്കുന്നുവെന്നും സജി നന്ദ്യാട്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നിർമ്മാതാവ് സാന്ദ്ര തോമസ് നൽകിയ ഹർജികളിൽ എറണാകുളം ജില്ലാ സബ് കോടതിയുടെ വിധി ഇന്ന്. സാന്ദ്രയുടെ ഹർജികൾ ബൈലോയ്ക്ക് വിരുദ്ധമായി വരണാധികാരിയെ നിയമിച്ചതിനും പത്രിക തള്ളിയതിനുമെതിരെ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. താൽക്കാലിക BC നിയമനത്തിൽ ചാൻസലർക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ. ചാൻസലർ കൂടിയായ ഗവർണറുടെ ഉത്തരവ് ചട്ടവിരുദ്ധമെന്ന് സംസ്ഥാനം. നിയമനങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യം. G. സുധാകരനെതിരായ അശ്ലീല പരാമർശത്തിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം അറസ്റ്റിൽ. അറസ്റ്റ് ചെയ്തത് അമ്പലപ്പുഴ കിഴക്ക് ലോക്കൽ കമ്മിറ്റി അംഗം M. മിഥുനെ. അധിക്ഷേപം രമേശ് ചെന്നിത്തലയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനെ പ്രശംസിച്ചതിന്. കോഴിക്കോട് കോർപ്പറേഷനിലും വോട്ടർ പട്ടികയിൽ ഗുരുതരമായ ക്രമക്കേടെന്ന ആരോപണം. കണ്ടെത്തിയത് 1320 ഇരട്ട വോട്ടുകൾ. ബേപ്പൂരിലെ ഒറ്റ വീട്ടു നമ്പറിൽ ചേർത്തത് 70 വോട്ടുകൾ. വോട്ടർ പട്ടികയിൽ നാട്ടുകാർക്ക് അറിയാത്ത അജ്ഞാതരും. ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ അധിക നികുതി തീരുവ 3 മാസത്തേക്ക് മരവിപ്പിച്ച് അമേരിക്ക. ഉത്തരവിൽ ഒപ്പുവെച്ച് ഡൊണാൾഡ് ട്രംപ്. ചൈനയുമായി നല്ല ബന്ധമെന്നും വ്യാപാര കരാറിൽ ചർച്ച ഉടനെന്നും US പ്രസിഡന്റ്. ഇസ്രായേൽ സേന വധിച്ച അൽ ജസീറ റിപ്പോർട്ടർ അനസ് അൽ ഷരീഫിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. അൽ ഷിഫ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് മൃതദേഹങ്ങളുമായി പ്രകടനമായി എത്തിയായിരുന്നു സംസ്കാരം. മാധ്യമപ്രവർത്തകരുടെ കൊലപാതകത്തിൽ ജർമ്മനിയിലെ ബെർലിനിൽ പ്രതിഷേധ പ്രകടനം. സമാധാന ഉടമ്പടിയുടെ ഭാഗമായി റഷ്യ പിടിച്ചെടുത്ത യുക്രൈന്റെ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ അത്തരമൊരു സാധ്യത പരിശോധിക്കുമെന്ന് ട്രംപ്. പുടിനുമായി ട്രംപ് ചർച്ച നടത്തുന്നത് ഓഗസ്റ്റ് 15-ന് അലാസ്കയിൽ. ധർമ്മസ്ഥലയിലെ പരിശോധനയ്ക്ക് GPR സാങ്കേതിക വിദ്യ. ആധുനിക സംവിധാനങ്ങൾ ധർമ്മസ്ഥലയിലെത്തിച്ചു. വിശദ പരിശോധന പോയിന്റ് 13-ൽ. ന്യൂസ് 18 അന്വേഷണം തുടരുന്നു. ATM-ലെ കവർച്ചാ ശ്രമം തകർത്ത് പോലീസ്. കവർച്ചാ ശ്രമം നടന്നത് കോഴിക്കോട് കള്ളൻതോട് SBI ATM-ൽ. ഗ്യാസ് കട്ടർ ഉപയോഗിച്ചായിരുന്നു കവർച്ചാ ശ്രമം. അസം സ്വദേശി പപ്പുൽ ഹക്കിനെ പിടികൂടിയത് കുന്നമംഗലം പോലീസിലെ നൈറ്റ് പട്രോളിംഗ് സംഘം.